അല്ല ഒന്ന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡിന് എന്തൊക്കെയാ നോക്കി. അപ്പൊ കറിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുമ്പളങ്ങ കറി ആയിരുന്നു. കുമ്പളങ്ങ തേങ്ങ അരച്ച് മോരൊക്കെ ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ തേങ്ങ അരച്ച് വെക്കണ കറി എനിക്കും ഇഷ്ടമല്ല, മക്കൾക്കും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കുമ്പളങ്ങ അമ്മ തറവാട്ടിന്ന് കൊടുത്തയച്ചപ്പോൾ പിന്നെ അങ്ങനെ വെച്ചു. അങ്ങനത്തെ കറിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ച് കറിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചിക്കൻ പൊരിച്ചെടുക്കണ്ടായിരുന്നു. അപ്പൊ ചിക്കൻ ഇന്നലെ വാങ്ങിച്ചിട്ട് കുറച്ച് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് പൊരിക്കണം പറഞ്ഞപ്പോൾ ഇന്ന് പൊരിക്കാൻ വേണ്ടി കുറച്ച് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ അടിയിൽ കൂടെ ചോറ് കൂറ്റിയുണ്ടായിരുന്നു. പിന്നെ കൊണ്ടാട്ടമുളക് പൊരിച്ചെടുക്കുക. ഈ ഒരു കൊണ്ടാട്ടമുളകും തറവാട്ടത്ത് ഉമ്മ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ ഉപ്പേരിയായിട്ട് കേബേജ് ഉപ്പേരിയാണ് വെച്ചിട്ടുണ്ടായത്. പിന്നെ ഇതായി ഉപ്പേരിയൊക്കെ വല്ലപ്പോഴൊക്കെ ഉള്ളു ഞാൻ ഉണ്ടാക്കുക. കാരണം മക്കളൊന്നും അത് കഴിക്കൂല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ കഴിക്കണം. പിന്നെ കേബേജ് ഉപ്പേരി ആണെങ്കിൽ മാത്രം ഒരു ഇത്തിരിയൊക്കെ കഴിച്ചു നോക്കുന്നല്ലാതെ വേറെ ഒരു ഉപ്പേരി വെച്ചാൽ അവർ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ നമുക്ക് നോക്കാം. പിന്നെ കഴിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവും. ഇന്നലത്തെ സാമ്പാർ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇന്നലത്തെ സാമ്പാർ വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.